റേഡിയോ മാംഗോ ഒരുക്കിയ നാട്ടിലെ താരം മത്സരത്തിന്റെ വിജയികൾ ആരെല്ലാമെന്ന് നോക്കാം. അനന്തപുരിക്കാർ റേഡിയോ മാംഗോ നാട്ടിലെ താരങ്ങളായി. കൊച്ചിയിൽ നടന്ന പാട്ട് മത്സരത്തിലെ കലാശ പോരാട്ടത്തിൽ പാപ്പനംകോട് ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വി അഭിലാഷ് ഒന്നാമതെത്തി. മുടവൻമുകളിൽ നിന്നെത്തിയ 10ാം ക്ലാസ്സുകാരി ദേവിക ബാലസുബ്രഹ്മണ്യമാണ് രണ്ടാമത്. കൊച്ചി ഇടപ്പള്ളി സ്വദേശി പാർവതി സോമൻ 3ാം സ്ഥാനവും നേടി. Abhilash, superb performance. Thank you. Really brilliant. I just love the way you move. Brilliant. Thank you. And you kept your pitch perfect. Wonderful. Thank you. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഞാൻ ഒരു എഫേർട്ട്ലെസ് സീസിലാണ് രണ്ട് ഗാനങ്ങളും അവതരിപ്പിച്ചത്. അതിനാണ് കൈയടി. താങ്ക് യു സർ. വളരെ നന്നായി പെർഫോം ചെയ്തു. താങ്ക് യു. രണ്ട് സ്റ്റൈലും അഭിലാഷിന് പാടാൻ സാധിക്കും എന്ന് നല്ല രീതിയിൽ കാണിച്ചു തന്നു. താങ്ക് യു. അഭിലാഷ് ബി, തിരുവനന്തപുരം, കൊല്ലം ഫോർ. അഭിലാഷ്. അടിച്ചു പൊളിച്ച് പാടി വളരെ ഭംഗിയായിട്ട് പാടി ഫലിപ്പിച്ചു. ഞങ്ങളെയൊക്കെ സുഖിപ്പിച്ചു. നല്ലൊരു മിടുക്കിയാണ് ഈ പാട്ട്. പട്ടത്ത് റാണി എന്നുള്ള പാട്ട് ഇത്രയും നന്നായിട്ട് പാടാനായിട്ട് ഒരു മിനി പറഞ്ഞ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അത് ചെയ്തു. അതിന് കൈയ്യടി. You have the 5 P's. It is power, pitch, pressure, punch and presence. Everything is in your hands. കൊച്ചി ഇടപ്പള്ളി സ്വദേശി പാർവതി സോമൻ 3ാം സ്ഥാനം നേടി. കോഴിക്കോട് സ്വദേശി അമീൻ സഫാന, കണ്ണൂർ സ്വദേശി അദ്വൈത്, പാലക്കാട് സ്വദേശി അശ്വിൻ, കോട്ടയം സ്വദേശി ജോൺസൺ എന്നിവർ തൊട്ടടുത്ത സ്ഥാനങ്ങളിലെത്തി. ജുംക ഗിരാരെ എന്ന ഹിന്ദി ഗാനം പാടിയ അമീൻ സഫാന കാണികളെ കയ്യിലെടുത്തു. മനോരമ ന്യൂസ്, കൊച്ചി. സ്റ്റീഫൻ ദേവസിയും സംഘവും ചേർന്നൊരുക്കിയ ഫ്യൂഷൻ മഴ നനഞ്ഞാണ് കൊച്ചി മത്സരത്തിനിറങ്ങിയത്. ഗായകൻ നിവാസും നടി മുക്തയും താണ്ഡവും നൃത്ത സംഘവുമെല്ലാം കൊച്ചിയെ ത്രസിപ്പിച്ചാണ് മത്സരവേദി വിട്ടത്. സംഗീതത്തിൽ ഒന്നും മുൻകൂട്ടി പ്രതീക്ഷിക്കരുതെന്ന നിർബന്ധത്തിലായിരുന്നു സ്റ്റീഫൻ ദേവസിയും കൂട്ടരും. സംഗീതത്തിൽ ഒന്നും മുൻകൂട്ടി പ്രതീക്ഷിക്കരുതെന്ന നിർബന്ധത്തിലായിരുന്നു സ്റ്റീഫൻ ദേവസിയും കൂട്ടരും. സ്റ്റീഫൻ കീബോർഡിൽ നിന്ന് പകർന്നെത്തി ഓർഗനും ഗിത്താറും വയലിനും ഡ്രംസും തബലയും ഏറ്റെടുത്തു. ആളിപ്പടർന്ന സംഗീതത്തീയിൽ കൊച്ചി ഉരുകി നിന്നു. തീർന്നിട്ടും തീരാതെ സ്റ്റീഫൻ ദേവസിയുടെ വിരൽത്തുമ്പിൽ നിന്ന് സംഗീതം തുളുമ്പി വീണുകൊണ്ടേയിരുന്നു തീരും മുമ്പ് വരെ. മുക്തയും താണ്ഡവ് ഗ്രൂപ്പും എത്തിയത് സഞ്ജയ് ലീല ബൻസാലിയുടെ രാംലീലയിലെ പ്രശസ്ത ഗാനവുമായാണ്. മുക്തയിൽ നിന്ന് തീ ഗായകൻ നിവാസ് ഏറ്റുവാങ്ങി. തമിഴ് ചിത്രം വിണ്ണൈ താണ്ടി വരുവായിലെ ആ പ്രശസ്ത ഗാനത്തിലേക്ക്. നിവാസ് ആളിപ്പടർത്തിയ തീ വീണ്ടും സ്റ്റീഫനും കൂട്ടരും ഏറ്റുവാങ്ങി. ഒടുവിൽ രാത്രി വൈകി മടങ്ങാൻ കൊച്ചി ഒന്നും അടിച്ചു. ഇനിയും എന്തോ ബാക്കിയുണ്ടെന്ന സംശയത്തിൽ. മനോരമ ന്യൂസ്, കൊച്ചി.